ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാജീസ് ഡിലൈറ്റ്. ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷനാണ്. ഇത് ഞങ്ങളുടെ പുതിയ വീട്ടിലെ ആദ്യത്തെ ക്രിസ്മസ് ആണ്. അപ്പോൾ അത് കാരണം ഒത്തിരി സന്തോഷമുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ വേറെ കുറേ സന്തോഷമുണ്ട്. എൻ്റെ 2 ചേച്ചിമാരുടെ മക്കളുടെ കല്യാണമാണ്. ഈ 2 കല്യാണം ഞങ്ങൾ ഒത്തിരി കാത്തിരുന്നതാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ഒരു മോളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും, പിന്നെ അടുത്ത ആളുടെ എൻഗേജ്മെൻറ്റും കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ അടുത്തൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം എല്ലാവരുടെയും മക്കൾ എത്തിയിട്ടുണ്ട്. ലിസ് ചേച്ചിയുടെ മോളും പേരക്കുട്ടിയും ഡൽഹിയിൽ നിന്ന് എത്തിയിട്ടുണ്ട്. നമ്മുടെ ജോഷ് ചേട്ടൻ്റെ മോൻ UK നിന്ന് എത്തിയിട്ടുണ്ട്. അതേപോലെ ഞങ്ങളുടെ മക്കളും ബാംഗ്ലൂരിൽ നിന്നും ഹരിയാനയിൽ നിന്നൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുട്ടികൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം എല്ലാവരും ബിസിയായ കാരണം ഒത്തിരി കലാപരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആസ് യൂഷ്വൽ പറ്റുന്ന കുറച്ച് ഫാമിലീസാണ് ഒരുമിച്ച് കൂടിയത്. അത്യാവശ്യം എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. കോഴി, പോർക്ക്, മീൻ വെച്ചത്, വറുത്തത്, ഇറച്ചി, കട്ട്ലേറ്റ്, ക്യാബേജ് തോരൻ, സലാഡ്, സ്റ്റ്യൂ, പിന്നെ പൈനാപ്പിൾ. ഫുഡൊക്കെ 2 കറി വീതം ഓരോ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരികയും ചെയ്ത്. അപ്പോൾ എല്ലാവരുടെയും പണി എളുപ്പത്തിൽ കഴിഞ്ഞു. എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ ശരിക്കും നല്ല ഫണ്ണാണ്. അങ്ങനെ എല്ലാവരും കൂടി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് മിണ്ടിയും പറഞ്ഞും അടിച്ചു പൊളിച്ച് കുറേ നേരം സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 26 ഇയേഴ്സ് ആവാറായി. അപ്പോൾ ഈ ഒരു കാലത്തൊന്നും ഞങ്ങൾക്ക് ക്രിസ്മസിന് നാട്ടിലേക്ക് വരാൻ പറ്റിയിട്ടില്ല. സാധാരണ കുട്ടികൾക്ക് ജൂലൈ ഓഗസ്റ്റിലാണ് ദുബായിൽ വെക്കേഷൻ. അപ്പോൾ ആ സമയത്താണ് നമ്മൾ എല്ലാ കൊല്ലം വരാറ്. അപ്പോൾ ഇത് വർഷങ്ങൾക്ക് ശേഷം നാട്ടിലുള്ള ഒരു ക്രിസ്മസ് ആണ്. ഇതും നല്ലൊരു സ്വീറ്റ് മൊമെൻ്റ് ആയിരുന്നു. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യം മൂത്തവർ ഇരുന്നതിന് ശേഷമാണ് കുട്ടികൾ ഇരുന്നത്. കുട്ടികളൊക്കെ പുറത്തായ കാരണം അവർ വീട്ടിൽ വരുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും സന്തോഷം. അപ്പോൾ അതിൻ്റേതായ ഒരു ത്രില്ല് വേറെ തന്നെയാണ്. അവരുടെ വർത്താനവും വീട്ടിലെ ആ ബഹളം ഒക്കെ അടിപൊളിയായിരുന്നു. കേക്ക് കട്ടിങ് ഈവനിങ്ങിലാണ് ചെയ്തത്. കാരണം ഉച്ചയാവാറായപ്പോഴാണ് എല്ലാവരും എത്തിയത്. പിന്നെ ഫുഡ് കഴിക്കാൻ ഡിലേ ആവാണ്ടിരിക്കാനും അതേപോലെ കുറച്ച് സമാധാനത്തിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈവനിങ്ങിലേക്ക് ആക്കിയത്. പിന്നെ കേക്ക് കട്ടിങ് ചെയ്തത് നമ്മുടെ 2 കല്യാണ കുട്ടികളാണ്. അവരെൻ്റെ കല്യാണത്തിന് ഫ്ലവർ ഗേൾസ് ആയിരുന്നു. ഇതാണ് എൻ്റെ ഫ്ലവർ ഗേൾസ്. ഇപ്പോൾ അവരുടെ കല്യാണമായി. അപ്പോൾ അതിൻ്റേതായ സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതേപോലെ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്ക് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ടെക്സ്ചർ കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ടെക്സ്ചർ. കേക്കൊക്കെ സൂപ്പറായിരുന്നു. ഐ ഹോപ്പ് നിങ്ങളും കേക്ക് ഉണ്ടാക്കിയിട്ട് സക്സസ്ഫുൾ ആയിട്ടുണ്ടാവും. പിന്നെ വീട്ടിൽ തന്നെ മുന്തിരി കൊണ്ട് നല്ല റെഡ് വൈൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി. അങ്ങനെ ചായയുടെ പകരം വൈൻ കുടിച്ച് എല്ലാവരും എൻജോയ് ചെയ്തു. Bobtail ring, making spirits bright. What fun it is to ride and sing a sleighing song tonight. Oh, jingle bells, jingle bells, jingle
two ago. I thought I'd take അതിനുശേഷം എല്ലാവരും പോയി. കുറച്ച് കഴിയുമ്പോഴേക്കും ഫ്രാൻസിസും ഷാൻറ്റിയും എത്തി. by my side. The horse was lean and lame. Misfortune seemed his lot. He got into a drifted bank and then we got upset. Oh, jingle bells, jingle bells. പിന്നെ അവരുടെ ഒപ്പം വർത്താനം പറഞ്ഞ സമയം പോയതേ അറിഞ്ഞില്ല. അങ്ങനെ രാത്രിയായപ്പോൾ ജോഷ് ചേട്ടൻ്റെ ഫാമിലി എത്തി. അങ്ങനെ എല്ലാവരും കൂടി ഡിന്നർ കഴിച്ചു. Jingle bells, jingle all the way. Oh, what fun it is to അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്രിസ്മസ് വിശേഷങ്ങൾ. നല്ല ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള ക്രിസ്മസ് ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.